പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചു. നമ്മുടെ വചനത്തിൽ ശക്തി അഭിഷേകം സ്വീകരിച്ചു. ഈ വചനം കേൾക്കുന്ന സമയങ്ങളിൽ പലർക്കും നിങ്ങൾക്ക് അടുത്ത മാസം വരെ സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾക്ക് അഭിഷേകം ഉള്ളതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കരുത്ത് ഉടമ്പടി ചെയ്ത മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ള വലിയ സ്വർഗീയ വെളിപ്പെടുത്തലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. വലിയ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച വലിയ വെളിപ്പെടുത്തലിനെ ഓർത്ത് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോഴേ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവികമായ ശാസന പ്രാർത്ഥനയും വിടുതൽ പ്രാർത്ഥനയും ഇപ്പോഴേ ഈശോ അച്ഛന് നൽകുന്ന ആന്തരികമായ ഒരു പ്രേരണ. വളരെ മോശമായ രീതിയിൽ വുഡിൻ്റെ ഇടത് ഭാഗത്തായി അകത്ത് കോശങ്ങളുടെ കളറ് മാറി കറുത്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അനേകായിരങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ത്രിലോകരാജ്ഞിയായി വാഴും കന്യക മേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. മക്കളെ, ഈ ഒരു മാസത്തെ വളർച്ച ഫീറ്റസ് ആണ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭസ്ഥ ശിശു ഒരു 2 മാസം അല്ലെങ്കിൽ എൻ്റെ സൈഗോട്ട് പോലെയുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ 1.5 മാസം വളർച്ചയുണ്ട്. 1.5 മാസം വളർച്ച. ഈ 1.5 മാസം വളർച്ചയാകുമ്പോൾ പെട്ടെന്ന് അബോട്ടായി പോവും. മനസ്സ് ശ്രദ്ധിക്കുക. 1.5 മാസം വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അബോട്ടായി പോകും. അതാണ് വിഷമം. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പോയതിന് ശേഷം ഇപ്പോൾ 1.5 മാസം പ്രഗ്നൻസി ഉണ്ട്. ഈ ഉദരത്തിനെ കർത്താവ് കാണിക്കുന്നുണ്ട്, കുഞ്ഞിനെ ഉൾപ്പെടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധമേ, മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ത്രിലോകരാജ്ഞിയായി വാഴും കന്യക മേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവച്ചുകൊണ്ട്, മക്കളില്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ, അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട്
യേശുനാമത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമേ മാതാവേ, മക്കളില്ലാത്തവർക്ക് കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തിരുമുൻപാടുന്ന വലതു കരത്താൽ മക്കളില്ലാത്തവരെ സ്പർശിക്കണം കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കല്ലിടുന്ന പ്രാർത്ഥന സത്യത്തിൽ ധരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന വചനത്താൽ മക്കളില്ലാത്തവർക്ക് യേശു നാമത്തിൽ മക്കളെ ലഭിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കറണ്ട് അടിച്ച് ഷോക്കായിപ്പോയി. ചിലപ്പോഴേ അടുത്ത കാലത്താകാം, അല്ലെങ്കിൽ താമസിച്ച് നേരത്തെ ഉള്ള കേസാകാം. അതിൻ്റെ പേരിൽ കോശങ്ങളും ഒക്കെ വെന്ത് പോയിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും കോശങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടേയില്ല. അങ്ങനൊരു വ്യക്തി ഷോക്ക് മൂലം കോശങ്ങളോ ഞരമ്പുകളോ വെന്ത് പോയിട്ട് പിന്നീട് അവിടെ സ്വാധീനമില്ലാത്തൊരവസ്ഥയിൽ പല കാര്യങ്ങൾക്കും പ്രതിരോധങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഒരുവൻ പോലും അവഗണിക്കപ്പെടുവാൻ അവിടുത്തെ വാഗ്ദാനത്തെ ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ലൈംഗിക അവയവങ്ങളുടെ മേലെ കടുത്ത രോഗബാധിതയുള്ളവരെ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമുക്ക് സമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രശ്നങ്ങളില്ലാത്തവരുണ്ട്, പ്രശ്നങ്ങൾ വീക്കമുള്ളവരുണ്ട്, പ്രശ്നങ്ങൾ ചുങ്ങിപ്പോകുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. അണ്ട ഉൽപ്പാദിപ്പിക്കാത്തവരുണ്ട്, ഉൽപ്പാദിപ്പിച്ചത് മൂവ്മെൻ്റ് ഇല്ലാത്തവരുണ്ട്, ബീജത്തിന് കൗണ്ടില്ലാത്തവരുണ്ട്. ജനിതകമായ എല്ലാ വൈകല്യങ്ങളും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദിവ്യകുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന രക്ഷകനായ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച മനുഷ്യർക്ക് ജനിതക വൈകല്യങ്ങള് അങ്ങയുടെ മഹത്വത്തിന് വെളിവാക്കുവാൻ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ രോഗികളെയും ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. അസ്ഥിവേദനക്കാര് അസ്ഥിവേദനയുള്ള സ്ഥലങ്ങളെല്ലാം കൈകൾ വെക്കേണ്ടതാണ്. നിങ്ങൾ മാത്രമല്ല, ഈ ശുശ്രൂഷ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. അവരെല്ലാം ഏത് രാജ്യങ്ങളിലായാലും ഇപ്പോഴ് അസ്ഥിവേദന സ്ഥലങ്ങളിലേക്ക് അവിടെ കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതാണ്. നിങ്ങളല്ല, നിങ്ങൾ അച്ഛൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന സന്നിധാനത്ത് നിൽക്കുന്നവരാണ്. സന്നിധാനം വിട്ട് അന്യ രാജ്യങ്ങളിൽ നിൽക്കുന്നവർ ഇപ്പോഴ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അസ്ഥിവേദനപ്പാടുകളിലും അസ്ഥി ദ്രവിക്കുന്നിടയിലും അസ്ഥി ഉറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൈകൾ വെക്കട്ടെ. നിങ്ങൾ അസ്ഥിവേദനപ്പാടുകൾ കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, അസ്ഥിവേദനപ്പാടുകളില് കൈകൾ വെച്ചുകൊണ്ട് ശ്രുതിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ തിരുമുൻപാടുന്ന വലത് കരത്താൽ സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ വൈതാക്കാലം വരെ ദൈവികമായ ശക്തിയാൽ അസ്ഥിരോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില്, അസ്ഥിരോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, പല പല സ്രാവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ലിക്വിഡായിട്ട് ഉണ്ടാകുന്ന, ഇപ്പം മുലപ്പാൽ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട്.
ചിലപ്പോൾ രക്തം ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട്. അതിൻ്റെ പേര് ബ്ലഡ് ക്യാൻസറും പലതരത്തിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള അണുക്കളുടെ സാന്നിധ്യം കൂടുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ശാരീരിക പരാധീനതകൾ, ചിലർക്ക് ലോ പ്രഷറായിരിക്കും, നോർമലല്ലാത്ത പ്രഷർ. ചിലർക്ക് ക്രിയാറ്റിനുണ്ടാവും, അത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അത് നോർമലല്ലാത്ത അവസ്ഥ. ഈ അബ്നോർമലായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വെക്കാൻ പോവുകയാണ്. കാരണം കർത്താവാണ് ഇല്ലായ്മയിൽ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ മക്കള് ഈ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായി രക്തവും കരളിലും കിഡ്നിയിലും ഉണ്ടാകുന്ന ക്രിയാറ്റിൻ, ബിൽഡ്രൂബിൻ എല്ലാത്തിൻ്റെ അളവുകള്, ഷുഗറിൻ്റെ അളവുകള്, പ്രഷറിൻ്റെ അളവുകള്, ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമായ മിനറൽസിൻ്റെ അളവുകള് കർത്താവേ നീ ആഗ്രഹിച്ച, നീ സൃഷ്ടിച്ച രീതിയിൽ നോർമലാകാൻ വേണ്ടി നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യം നിറയട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ബാധരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരീരത്തിൽ പെട്ടെന്ന് നീര് കെട്ടുക, പെട്ടെന്ന് അകത്തും മുഴയുണ്ടാകുക, സിസ്റ്റ് ഉണ്ടാകുക, ഇങ്ങനെ ഒരു അബ്നോർമലായിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടാകുന്നതിനെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അമ്മമാത പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ പറഞ്ഞൊരു സ്ഥലമാണിത്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കാണാം, എപ്പോൾ വേണമെങ്കിലും നോക്കാം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളുടെ വിവിധങ്ങളായ കണ്ണുനീരിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ കണ്ണുനീരിനെ കരുണയോടെ ഏറ്റെടുക്കണമേ കർത്താവേ. വാദരോഗങ്ങള്, വ്യത്യസ്തങ്ങളായ അപൂർവ രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, പിസിയോടി രോഗങ്ങള്, ഈശോയെ അർശസ് രോഗങ്ങള്, ഫിഷർ രോഗങ്ങള് ഈശോ ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വരുമാന മാർഗം മുട്ടിപ്പോയവരെ, മക്കളുടെയൊക്കെ ഓരോ ആവശ്യത്തിന് സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി ഞാൻ കരുതണില്ല. മക്കളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ മുമ്പിലൊക്കെ തോറ്റു നിൽക്കണ അപ്പൻ ഒരു പ്രാർത്ഥനയുടെ തേങ്ങല, അത് നമ്മുടെ കണ്ണുനീരായി ആരാധനയെ വെക്കുമ്പോൾ അപ്പൻ്റെ സ്ഥാനത്താണ് ദൈവം നിൽക്കണത്. ആ അപ്പൻ നിങ്ങളെല്ലാവരെയും നിലനിർത്തി തരുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കുടുംബത്തിന് വരുമാന മാർഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വരുമാന മാർഗങ്ങളില്ലാത്തവര്, ജോലി തടസ്സമുള്ളവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. വരുമാന മാർഗമില്ലാത്തവരുടെ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ, പിന്നെ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അതിനേക്കാൾ ഇരട്ടി സങ്കടമുണ്ട്. എന്താ കാര്യം? സാക്ഷ്യം പറയാൻ സാധിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരില്ലേ, അവരെ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തന്നെ. നിങ്ങൾ ഓരോരുത്തരും പോയി രക്ഷപ്പെടണം കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ കൂട്ടത്തിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർ, കർത്താവേ ഇപ്പോഴും എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ലാതെ നീങ്ങുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് സങ്കടമാണ്. എനിക്കകത്തിരിക്കുമ്പോൾ ആ സങ്കടമാണ് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇതുവരെക്കും ഒരു സാക്ഷ്യം പറയാനുള്ള അവസ്ഥ കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ജോലിക്കായാലും വിവാഹത്തിനായാലും വരുമാനത്തിനായാലും കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവായ ദൈവമേ, ഇതുവരെക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്ന മക്കളെ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇതുവരെക്കും അനുഭവം കിട്ടാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് അവന്റെ താമസിക്കട്ടെ. പരിശുദ്ധമേ, ദൈവമാതാവേ, ഉടമ്പടി ചെയ്തിട്ട് ഒത്തിരി കാലമായി പ്രാർത്ഥിക്കുന്ന അനവധി മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങൾ. മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. ഞങ്ങൾ വയനാട് മാനന്തവാടി സെയിൻറ്റ് മാർട്ടിൻ ഒണ്ടേങ്ങാടി ചേർച്ച് ഇടവക അംഗങ്ങളാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 23 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വയനാട്ടിൽ തന്നെയാണ് ആദ്യം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എനിക്കുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ തന്നു. എന്നിട്ട് 2-3 മാസങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. പിന്നെയാണ് ഹസ്ബൻഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അറിയുന്നത് സ്പേമിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. സ്പേമിൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ സാധാരണ രീതിയിൽ അതിന് ഒരു മരുന്നേ ഉള്ളൂ, അത് ആൻറ്റിബയോട്ടിക് കൊടുക്കുക എന്നുള്ളതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിയുമ്പോൾ സ്പേമിൻ്റെ ഇൻഫെക്ഷൻ സാധാരണ രീതിയിൽ മാറും, അത് പഴയ രീതിയിലാവും ചെയ്യും. പക്ഷേ ഞങ്ങളുടെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. ഏകദേശം 1 വർഷത്തോളം മാറിയുള്ള പല ആൻറ്റിബയോട്ടിക്കുകളും ഹസ്ബൻഡ് കഴിച്ചു. പക്ഷേ ഒന്നിലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ല. മാത്രമല്ല, മരുന്ന് കഴിക്കുന്ന മാസങ്ങളിൽ ഒന്നുകൂടി വേഴ്സ്റ്റ് ആവുമായിരുന്നു ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഈ സ്പേമിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ അത് ബ്ലൈറ്റഡ് ഓവം അല്ലെങ്കിൽ അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയും. അത് കുഞ്ഞ് ഉണ്ടായത് ഒരു എംബ്രിയോ ആയി മാറാത്തൊരവസ്ഥ, അതിന് ഹാർട്ട് ബീറ്റ് വരാതെയായി, കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് അബോർട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് ARMCയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. 2 സൈക്കിൾ ഞങ്ങൾ IUI ഇൻട്രൈൻ ഇൻസെമിനേഷൻ ചെയ്തു. അപ്പോൾ IUI എന്താണെന്ന് നമുക്ക് അറിയാമായിരിക്കും. IUIയിൽ നമ്മുടെ സ്പേമിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പം ഈ ഒന്നില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൽ ഇത് ശരിയാവണം, അല്ലെങ്കിൽ ഈ IUIയിൽ അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഇൻഫെക്ഷൻ മാറേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കേസിൽ ഇതിലൊന്നിലും ശരിയായില്ല. അടുത്ത IVF എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു അഡോറേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ IUI ചെയ്യാൻ പോകുന്ന ഒരു ദിവസം, അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ അവർ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് അവർ നിന്ന് കണ്ണ് പൂട്ടിയപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എൻ്റെ മുഖമാണെന്ന് പറഞ്ഞു സാറ്. അപ്പോൾ എന്നോട് സാർ അന്ന് ആദ്യമായിട്ട് സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് വിളിച്ച് പറയുന്നത് എന്നോടാണ്. എന്നോട് പറഞ്ഞു, മിസ്സിനെ മാതാവ് വിളിക്കുന്നുണ്ട്, അപ്പം എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം
എടുത്ത അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല, കൃപാസനം എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ IUI 2 സൈക്കിൾ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ല. ഞങ്ങൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു, തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് 15, 2024 പ്രഗ്നൻ്റ് ആയി. അപ്പം ഇത്രയും മാസങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രഗ്നൻ്റ് ആവാതിരുന്നിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയ ആ മാസം ഒന്നുകൂടി ഞങ്ങൾ സെമൻ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ആ മാസത്തെയും കൗണ്ട് വളരെ വളരെ ലോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ IVF ചെയ്യാനായിട്ട് സബൈൻ ഹോസ്പിറ്റലിൽ പോവാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഡേറ്റ് വരെ ബുക്ക് ചെയ്ത ദിവസത്തിന് തലേന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. എൻ്റെ ആദ്യത്തെ സ്കാനിങ് മുതൽ 9 മാസം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയി. എന്നും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയായിരുന്നു കുടിക്കുക. എന്ന് ഞാൻ തൈലം എൻ്റെ വയറ്റിൽ പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഇതൊരു മുമ്പത്തെ പ്രഗ്നൻസി അബോർഷൻ ആയതുകൊണ്ട് തന്നെ 3-ാം മാസത്തെ ഡൗൺ സിൻഡ്രോം ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. കുഞ്ഞാക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റ് ചെയ്തു. അനാമലി സ്കാനിങ്ങിലൊന്നും കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നവംബർ 15, 2024 ഞാൻ ഈ ആൺകുഞ്ഞിന് ഞാൻ പ്രസവിച്ചു. ആദ്യത്തെ ദിവസം ജനിച്ച പാട് കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളില്ലായിരുന്നു. ഹെൽത്തി ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. അവൻ ജനിച്ച പാട് കരഞ്ഞു, പാല് കുടിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനൊരു ജേർക്കിംഗ് മൂവ്മെൻറ്റ് പോലെ കണ്ടു. പെട്ടെന്ന് ഇത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. സിസ്റ്റർ വേഗം കുഞ്ഞുവാവേനെ NICUവിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. NICUവിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അറിഞ്ഞ ഡോക്ടർ കുഞ്ഞുവാവയ്ക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇനി അപസ്മാരം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 3 മാസം മരുന്ന് കൊടുത്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് തുടരെ NICUന്ന് കുഞ്ഞാവയ്ക്ക് അപസ്മാരം വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലാക്കി സെഡേറ്റ് ചെയ്തിട്ട് കോഴിക്കോട് മിംസിലേക്ക് ഞങ്ങളെ വിട്ടു. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ജസ്റ്റ് ഒരു ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു. കൊണ്ടുപോയി കുഞ്ഞുവാവേനെ പിറ്റേ ദിവസം ഞാൻ കാണുന്നത് മൂക്കിലും വായിലും ഒക്കെ ട്യൂബ് ഇട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ച് ആംബുലൻസിലാണ് വയനാട്ടിൽ നിന്ന് കുഞ്ഞുവാവനെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നത്. വെൻറ്റിലേറ്ററിലാക്കി. ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിലാവുക, സീഷർ വരിക എന്ന് പറയുന്നത് ഒന്നും നല്ല കാര്യമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് 1, 2 അല്ല 4 തരം അപസ്മാര മരുന്നുകളും മറ്റ് വൈറ്റമിൻ മരുന്നുകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പോയപാടെ MRI എടുത്തു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ MRI നോർമലല്ല, MRIയിൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ പല ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ കുഞ്ഞിന് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ആണോ എന്ന് നോക്കണം. അതിനൊരു മെറ്റബോളിക് സ്ക്രീനിങ് ആദ്യം ചെയ്യണം. അപ്പോൾ മെറ്റബോളിക് ടെസ്റ്റ് മിംസിലില്ല. നമ്മൾ അവിടുന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക. അത് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ 7 ദിവസം ഞങ്ങളോട് അവർ ഒരു ഹോപ്പും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത്ര ദിവസം ആയിട്ടേ ഉള്ളൂ. എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ട്, മെൻ്റലി ഉള്ള സ്ട്രെസ് ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് കരഞ്ഞു, എനിക്കിപ്പം മാതാവിൻ്റെ അടുത്ത് പോകണം, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രസവം കഴിഞ്ഞ് 3-4 ദിവസം ആയതുകൊണ്ട് എന്നെ ആരും വിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററിൻലോ അവൾ അന്ന് 8 മാസം ഗർഭിണിയാണ്, വയറാണ്. എന്നിട്ടും കോഴിക്കോട് നിന്ന് ആലപ്പുഴ വരെ അവർ രണ്ടുപേരും വന്നു. ഉടമ്പടി പുതുക്കി കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് അച്ഛനെ കാണിച്ചു. അച്ഛൻ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൽ കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് സൈറ്റ് പൂശി പ്രാർത്ഥിച്ച് അവർ തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ കുഞ്ഞുമാവയ്ക്ക് ചെയ്ത ടെസ്റ്റുകളൊക്കെ നോർമൽ ആവാൻ തുടങ്ങിയപ്പോൾ അവർ 24 hours EG എടുത്തായിരുന്നു കുഞ്ഞിൻ്റെ. എന്നിട്ട് പറഞ്ഞത് കുഞ്ഞിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് സീഷേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഇപ്പം 3 വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത്രയും ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ സീഷർ വരാതെ നോക്കേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു.
അങ്ങനെ ഡോക്ടർ ഇത് മിഡാസോളം എന്ന് പറയുന്ന ഒരു മരുന്ന് 24 hours കുഞ്ഞിൻ്റെ ബോഡിയിൽ കയറിക്കൊണ്ടിരുന്നത്. ഒരു മിനിറ്റ് പോലും തെറ്റാതെ 24 hours മിഡാസോളും പിന്നെ വേറെ പല പല ഇഞ്ചക്ഷനുകളും പോയിട്ടും കുറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ മിഡാസോളത്തിൻ്റെ ഒരു റേഞ്ച് 6 വരെ മിംസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു കുഞ്ഞിനും കൊടുത്തിട്ടില്ല. 3 ഡോസ് വരെ കൊടുക്കുമ്പോഴത്തേനും സാധാരണ രീതിയിൽ അപസ്മാരം കെട്ടടങ്ങേണ്ടതാണ്. പക്ഷേ കുഞ്ഞുവാവയ്ക്ക് 6 ഡോസ് വരെ പോയിട്ടും അത് കെട്ടടങ്ങിയില്ല. പക്ഷെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം കുഞ്ഞുവാവൻ്റെ മെറ്റബോളിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അത് നോർമലായിരുന്നു. കുഞ്ഞിൻ്റെ അപസ്മാരം കുറയാത്തതുകൊണ്ട് തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സെക്കൻഡ് MRI സജസ്റ്റ് ചെയ്തു. സെക്കൻഡ് MRI അവരെടുത്തത് എത്രത്തോളം കുഞ്ഞിൻ്റെ അസുഖം വഷളായിട്ടുണ്ടെന്ന് നോക്കാനായിരുന്നു. പക്ഷെ അവർ കൃപാസനത്തിൽ വന്ന ദിവസമാണ് സെക്കൻഡ് MRI എടുത്തത്. അത് പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിൻ്റെ MRIയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു. പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ ടെസ്റ്റുകളിലും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി NICUയിലേക്കാക്കി. അവൻ പാല് ട്യൂബിൽ കൂടെ കൊടുക്കുന്നത് സക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പാല് കുടിച്ചു. 7 ദിവസം NICUയിലായിരുന്നു. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം അവൻ 6 മാസം പ്രായമാകുമ്പോൾ ഈ 6 മാസം വരെ പിന്നീട് ഒരിക്കലും അവന് സീഷ്യസ് വന്നിട്ടില്ല. മിനിമം 1 വയസ്സ് വരെ ഇത് വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കണം എന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നും അവന് കൃത്യമായിട്ട് മരുന്നുകൾ 6 മണിന്നൊരു സമയം രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 6 മണിക്കുള്ള മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്നും ഞാൻ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും വലിയ കാര്യമായിട്ട് ആദ്യം ഞാൻ അവൻ്റെ നെറ്റിയിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുകയും തൈലം അവൻ്റെ തലയിൽ പൂശിയിട്ട് അവൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൃത്യമായ രീതിയിൽ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ മാസം അവൻ്റെ EG റിപ്പീറ്റ് ചെയ്തു. EG റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് EG റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമലാണ്. ഒരിക്കലും ജന്മന അപസ്മാരം വന്ന ഒരു കുഞ്ഞിൻ്റെ EG റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമൽ ആവില്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. പക്ഷേ ഡോക്ടർ പറയുന്നത് മേ ബി ഇറ്റ് ഈസ് ഡ്യൂ ടു സം ഇൻഫെക്ഷൻ. പക്ഷേ അന്ന് അവൻ ഇൻഫെക്ഷനൊക്കെ ടെസ്റ്റ് ചെയ്തതാണ്. ഇൻഫെക്ഷനൊന്നും കുഞ്ഞിനില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവർ പറയണത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വന്നതായിരിക്കാം. ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിന് പിന്നെയും ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് തന്നെ കിട്ടിയത്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു ചേച്ചി ഒരു കുഞ്ഞുവാവേനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുവാവേൻ്റെ മൂക്കിൽ കൂടെ എന്തൊക്കെയോ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ചിന്തിച്ചത് ഈ കുഞ്ഞിവിടെ വന്ന് രക്ഷപ്പെടുമായിരിക്കുമോ, ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മാതാവിന് പറ്റുമായിരിക്കുമോ എന്നായിരുന്നു ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ചിന്തിച്ച്. ചിലപ്പോൾ എന്ത് വന്നാലും മാതാവിന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എന്നെ കാണിച്ചു തരാനായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്ക് തിരിച്ചു തന്നതിന് കുഞ്ഞിന് തന്നതിന് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ എന്നും തന്നെ മാതാവിൻ്റെ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടലും ചെയ്യാറുണ്ട്. മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് കാണുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചകളിൽ കൂടിയും സ്റ്റേറ്റസ് ഇടലും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു എൻ്റെ സ്കൂളിലെ മിസ്സ് വർക്ക് ചെയ്യുന്ന അവിടെ അവർ ആശുപത്രിയിൽ രോഗികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ആഴ്ചകളോളം ഞാൻ പൈസ കൊടുക്കാറുണ്ടായിരുന്നു. അതല്ലാതെ രോഗികൾക്ക് ചികിത്സാ സഹായമാണ് അധികമായിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ആത്മീയമായിട്ടുള്ള വളർച്ച, ബൈബിൾ വായന, പുതിയ നിയമം പൂർത്തിയായിട്ട് വായിക്കാനും പഴയ നിയമം ഏകദേശം പകുതി വരെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ജപമാല ചൊല്ലാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ. ഇതല്ലാതെ എൻ്റെ അനിയത്തി UK-യിലായിരുന്നു. അവൾക്ക് ജോലി കിട്ടാതെ ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടു. അവളെ കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ തന്നെ നല്ലൊരു ജോലി ലഭിക്കുകയും അവളുടെ മുട്ടിന് വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുട്ടിൽ മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ മുട്ടിൻ്റെ വേദന മാറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു.